ഹലോ മക്കളെ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ മോഡൽ എക്സാം ഒപ്പം കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? മീ അസ്ലാഹ മാം. യെസ്, അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പബ്ലിക് എക്സാം ആണ്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അതായത് എക്സാമിന് വരാൻ ഷുവറുള്ള ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് മീൻസ് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മാരത്തോൺ ലൈവിൽ കാണുന്നുണ്ട്. എങ്കിൽ അതിനേക്കാൾ ഉപരി എക്സാമിന് വരുന്ന പാറ്റേൺസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, ഏതൊക്കെ കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രക്ചറിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള ഒരു 2, 3, 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോവാൻ. സോ എല്ലാ എൻ്റെ കുഞ്ഞുമക്കൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വേഗം വീഡിയോയിലേക്ക് കടക്കാൻ പോവാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഇവിടെ ബർനാമിജ് തയ്യാറാക്കാനാണ് അല്ലേ? എന്താണ് മക്കളെ ബർനാമിജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബർനാമിജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി. നമുക്കറിയാം ബർനാമിജ് എന്ന് പറയുമ്പോഴേക്ക് പ്രോഗ്രാം ലിസ്റ്റ് ആണ് അല്ലേ? അപ്പോഴേക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഓടിച്ചാടി വരണം എന്താ ഓടിച്ചാടി വരേണ്ടത്? യെസ്, കെലിമത്ത് തർഹീബ്, കെലിമത്ത് തഹാനി, കെലിമത്ത് ശുക്ർ, ഇഫ്തിതാഹ് അല്ലേ? അങ്ങനെ കുറേ സാധനങ്ങൾ അതിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മൈൻഡിലേക്ക് ഓടിച്ചാടി വരണം. ഇതുപോലെ നമുക്കൊരു കണ്ടന്റ് തരും. ആ കണ്ടന്റ് ഒരു ഫിഖറ തന്നിട്ട് ആ ഫിഖറയിൽ നിന്ന് നമ്മളോട് എടുത്തെഴുതാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ ഫിഖറ വായിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ഇത് ആൻസർ ചെയ്യാമെന്ന് വേഗം ഒന്ന് ഓടിച്ചിട്ട് പോകാം അല്ലേ? ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിക്ക്. കെലിമത്തു തർഹീബ് അല്ലേ? കെലിമത്തു തർഹീബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? യെസ്, വെൽക്കം സ്പീച്ച് ആണ് കെലിമത്തു തർഹീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കെലിമത്തു തർഹീബ് എന്നുള്ളത് നമ്മൾ പാരഗ്രാഫിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? റഹബ എന്നുള്ള പേരിലാണ് നമ്മൾ പാരഗ്രാഫിൽ അതിനെ കാണുന്നത് അല്ലേ? അപ്പം ഈ ഒരു കാര്യം നമ്മൾ വേഗം പാരഗ്രാഫിൽ എവിടെയാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കെലിമത്തു തർഹീബ് എന്നുള്ള വേർഡ് എവിടെയാണ് വന്നിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കെലിമത്തു തർഹീബ് എവിടെയാണ് വന്നിട്ടുള്ളത്? യെസ്, ഖുതുബത്തു തർഹീബ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മാം അണ്ടർലൈൻ ചെയ്തത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കി, അതിന് തൊട്ട ശേഷം അല്ലെങ്കിൽ തൊട്ട മുൻപ് ആരാണ് വന്നിട്ടുള്ളത്? അൽഖ നാലിറുൽ മദ്രസ ഖുതുബത്തു തർഹീബ് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ആരാണ് ആ ഒരു എന്താ പറയാ പിന്നെ തർഹീബ് നടത്തിയത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഇതുപോലെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതേപോലെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ അത് എഴുതി കഴിഞ്ഞു. അടുത്തത് റഈസ് ആണ്, അധ്യക്ഷൻ അല്ലേ? അപ്പോൾ റഈസ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയാ? റിആസത്ത് അല്ലെങ്കിൽ തഹ്ത റിആസത്തി എന്നുള്ള രീതിയിലാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വേഗം നമ്മുടെ പാരഗ്രാഫിൽ നിന്ന് ആ ഒരു വേർഡ് എവിടെയാണ് വന്നിട്ടുള്ളത് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയ മക്കളെ, കാന റഈസു ഇവിടെ جرت في المدرسة الحكومية الثانوية بتيرور حفلة لتوعية الدارسين على استخدام الشبكة العالمية افتتح الرئيس القروي. അപ്പോൾ ഇഫ്തിതാഹ് ആരാന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? റഈസുൽ ഖറവിയാണ് അല്ലേ? യെസ്, അതവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഇഫ്തിതാഹ് ഇവിടെ നമ്മൾ അത് എഴുതി കൊടുത്തു. കിട്ടുന്നത് വേഗം നമ്മൾ ഓടിച്ചാടി എന്ത് എഴുതണം? ഇവിടെ എഴുതണം കലിമത്തുൽ ഇഫ്തിതാഹ് എന്ന് എഴുതാം. പിന്നെ അൽഖാ മുഅല്ലിഫു ശുർത്തത്തി ഖുതുബത്തു തൗഇയത്ത് അല്ലേ? അപ്പൊ ഇവിടെ ഒരു വിട്ട ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഖുതുബത്തു തൗഇയത്ത് ആണ് എന്ന് നമുക്ക് വേഗം മനസ്സിലാവും. അപ്പൊ അത് ഇവിടെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. പിന്നെ കാന റഈസുൽ ലജ്നത്തുൽ ഔസിയ വൽ മുദർരിസീൻ റഈസുൽ ഹഫ്ല. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി. റഈസുൽ ഹഫ്ല എന്ന് പറയുന്ന ഈ ഒരു റഈസ് ആരാണ്? യെസ്, റഈസുൽ ലജ്നത്തുൽ ഔസിയ വൽ മുദർരിസീൻ. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ കിട്ടി. ഇനി കലിമത്ത് ശുക്ർ ആണ്. ശുക്ർ എന്നുള്ള പദം ഇത് ഇവിടെ വന്നിട്ടുണ്ട് ലാസ്റ്റ്. അതിന് തൊട്ട് മുന്നേ കണ്ടോ ആരിഫുൽ മദ്രസ. അപ്പൊ ഈ രീതിയിലാണ് മക്കളെ ബർനാമിജ് നമ്മൾ നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. യെസ്, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും മൻ, കൈഫ, മാത, മത്ത എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഏ രീതിയിൽ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യണം. ഇവിടെ ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ബാഗ്ദാദ് അല്ലേ? ബാഗ്ദാദിന്റെ തെരുവിലൂടെ ആര് നടക്കുകയാണ്? നമ്മുടെ ഷാഇർ നടക്കുകയാണ്. അപ്പൊ ആ ഷാഇർ എവിടെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. ഐന മശ ഷാഇർ, എവിടെയാണ് നടക്കുന്നത് ചോദിക്കാം. അപ്പൊ ഐനയുടെ ക്വസ്റ്റ്യൻ ആയി. പിന്നെന്താണ്?
യെസ്, ഷെയ്ഖൻ മുസിന്നൻ. അപ്പൊ അവിടെ മുസിന്നൻ ആയിട്ടുള്ള ഒരു ഷെയ്ഖിനെ കണ്ടു. അപ്പം എന്താണ് അവിടെ കണ്ടത്? അല്ലെ, അവിടെ എന്താണ് നമ്മുടെ ഷായർ കണ്ടിട്ടുള്ളത്? അപ്പൊ അതിനുള്ള ആൻസർ 2 പോയിന്റ് ഇതുണ്ടല്ലോ. ഈ ഒരു ഫസ്റ്റ് 2 പോയിന്റ് നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റില്ലേ? അതേപോലെ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യനും നിങ്ങൾ ഷുവർ ആയിട്ടും എക്സാമിന് വരും, പ്രതീക്ഷിച്ചിരിക്കുക. പിന്നെ നമ്മളെ നഹ്വി ആയിട്ടുള്ള കണ്ടന്റിൽ നിന്ന് എക്സാമിന് വരാൻ ഷുവർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു സെന്റൻസ് തന്നിട്ട് നിങ്ങളോട് പറയും എന്താ നിങ്ങളോട് പറയാ, ഒരു സെന്റൻസ് തന്നിട്ട് ആ സെന്റൻസ് 2 ആളാക്കിയിട്ട് അല്ലെങ്കിൽ 3 ആളാക്കിയിട്ട് അതല്ലെങ്കിൽ ഒരാളാക്കിയിട്ട് മാറ്റണം. ആ സെന്റൻസിനെ മൊത്തത്തിൽ മാറ്റണം. അത് ഫീമെയിലിൽ നിന്നും മെയിലിലേക്ക് മാറ്റണം, മെയിലിൽ നിന്ന് ഫീമെയിലേക്ക് മാറ്റണം. ഈ രീതിയിലൊക്കെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ നമ്മൾ ഒന്നും നോക്കണ്ട, തന്നിട്ടുള്ളത് ഫീമെയിലേക്കാണ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ കൂടെയും നമ്മൾ ഫിഅലിന്റെ കൂടെ താ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അല്ല അതേപോലെ മെയിലിലേക്കാണെങ്കിൽ ആ താ ഇനി ഒഴിവാക്കി കൊടുക്കാം. അതേപോലെ എത്ര ആളെ വെച്ചിട്ടാണ് എഴുതാൻ തന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആ സെന്റൻസ് മാറ്റി കൊടുക്കാം. ഇവിടെ വന്നത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ രൂപത്തിലാണ്. യെസ്, ഇവിടെ വന്ന് നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 1, അദ്ദാരിസൂന ഡേഷ് ഇലൽ മദ്രസ. അല്ലേ, അദ്ദാരിസൂന ഡേഷ് ഇലൽ മദ്രസ. എന്താണ് അദ്ദാരിസൂന ഡേഷ് ഇലൽ മദ്രസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യെസ്, ദാരിസൂൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ആരാണ്? വിദ്യാർത്ഥികളാണ്, അല്ലെ, ആൺകുട്ടികളാണ് അദ്ദാരിസൂൻ. അപ്പൊ അവിടെ തന്നെ നമുക്ക് അറിയാം ദാരിസൂൻ, ഒരുപാട് ആൺകുട്ടികൾക്ക് നമ്മൾ യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന, അല്ലെ, അപ്പൊ ഒരുപാട് ബോയ്സ് ആയി. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റണം. പിന്നെ ഡേഷ് അൽ മരീലത്തു ഡേഷ് അല സരീർ. അൽ മരീലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗിയാണ്. അപ്പൊ അവിടെ മരീലത്ത് എന്നുള്ളതിന്റെ താ കണ്ടാൽ തന്നെ നമുക്കറിയാം അതൊരു ഫീമെയിൽ ആണ്. അപ്പൊ നമ്മൾ അവിടെ ഡേഷ് അല സരീർ. അപ്പൊ എന്താണ് അവിടെ വരുന്നത്? തനാമു, ഉറങ്ങുകയാണ്, അല്ലെ. യനാമു എന്ന് പറഞ്ഞാൽ ബോയിനോടും തനാമു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേളിനോടുമാണ്. അപ്പൊ ഒബ്വിയസ്ലി നമുക്കറിയാം ഇവിടെ ഗേൾ ആയതുകൊണ്ട് തനാമു എന്നുള്ള വേർഡ് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇനി അടുത്തത് അത്വാലിബത്താനി, 2 ആളാണ്, പെൺകുട്ടികളാണ്, അല്ലെ. അത്വാലിബത്താനി ഡേഷ് അദ്ദർസ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാ വൈകുക? യെസ്, പെൺകുട്ടികളുടെ തക്തുബു, താ വന്നു, 2 ആളുടെ അലിഫ് നൂനും വന്നു, തക്തുബാനി, അല്ലെ. അപ്പൊ അതിവിടെ എഴുതി കൊടുക്കും. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പൊ അത് പഠിച്ചിട്ട് പോകണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളോട് ഒരു എന്താ പറയുക കുറെ പോയിന്റ്സ് തന്നിട്ട് അതിൽ നിന്നും നമ്മളോട് അച്ചായ്മത്തും ഫുഡും ആദാത്ത് ശീലങ്ങളും എടുത്തെഴുതാൻ വേണ്ടി പറയും. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. കാരണം അച്ചായ്മത്ത് വല്ല ആദാത്ത്, അത്തായ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് നമ്മുടെ ഹലുറവാത്ത്, ഫവാക്കിഹത്ത്, അല്ലേ. പിന്നെന്താണ്? പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അൽബാൻ വല്ലുഹും, പാലും അതേപോലെ ബീഫും അല്ലെങ്കിൽ മാംസവും, അല്ലെ, ആ രീതിയിൽ. അത്തായ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശീലങ്ങളാണ്, അല്ലെ. അപ്പൊ ആ ശീലങ്ങളിൽ എന്താ ഇത്? റിയാദത്തുൽ ബദനിയ. എന്താണ് റിയാദത്തുൽ ബദനിയ? എക്സസൈസ്. മഷിയു അൽ ജരി, ഓട്ടവും നടത്തവും, അല്ലെ. പിന്നെ എന്താണ് അതിൽ വരുന്നത്? ഇസ്തിഖാവ് മുബക്കിറൻ, നേരത്തെ എഴുന്നേൽക്കുക. അപ്പൊ അതൊക്കെ എന്താണ്? അതെല്ലാം തന്നെ ശീലങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഫുഡ് ഐറ്റംസ്, കഴിക്കുന്നതും കുടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ 2 കോളംസും നിങ്ങൾക്ക് പലർക്കും ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യുന്നത് അതിന്റെ മീനിങ് അറിയാത്തത് കൊണ്ടാണ്. ഇനി അങ്ങനെ ഉണ്ടാവരുത്. ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കണം. ഇനി അവസാനമായിട്ട് മാം ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് എക്സാമിന് വരുന്ന ഒരു മുദക്കിറയാണ്. അതേപോലെ തന്നെ ഖുതുബയും ഈ രണ്ടും ഈ ഒരു പാറ്റേണിൽ ചോദിക്കും. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചുള്ള എന്താണ് മുദക്കിർ തയ്യാറാക്കാനാണ്. അതിന്റെ സൂചനകൾ മൊത്തവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് വെച്ചിട്ട് തന്നെ നിങ്ങളോട് ലോകത്തിൽ അറബിയനെ വെച്ചിട്ട് അതേപോലെ സ്പീച്ച് തയ്യാറാക്കാൻ പറയും. ഈ ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾ ഉറപ്പായിട്ടും എക്സാമിന് വരും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് പോകണം. അപ്പൊ വിഷ് യു ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. എക്സാം, പബ്ലിക് എക്സാം നമുക്ക് പൊളിച്ചടക്കി തകർത്തി എഴുതണം. അപ്പൊ ശരി, എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.